നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് കണ്ടപ്പോൾ ഞാൻ ഈ പഴത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാ വന്നേ. അല്ല, എല്ലാപ്പോഴും റെസിപ്പി വീഡിയോ എങ്ങനെ ശരിയാവുക. അപ്പം ഞങ്ങളെ ഒരു എന്താ പറയുക, ഒരു ഈവനിങ് തൊട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വന്ന് കിടന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് വൈകുന്നേരം എണീറ്റ് ഇപ്പം ഞങ്ങൾ പഴം വാട്ടിയത് ഉണ്ടാക്കണം. ഞാൻ ഇത് പാല് അയ്യോ തിളക്കുണ്ടല്ലേ, ഇപ്പം പോകും അപ്പം ഇവിടെ പാല് തിളപ്പിക്കാൻ വെച്ച്. അപ്പം ഈ സൈഡിൽ പഴം ഉണ്ടായിരുന്നു. അപ്പം പഴം വാട്ടാൻ വന്ന് ഞാൻ. പിന്നെ ഇന്ന് നമുക്ക് ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയുമായിരുന്നു. അപ്പം ഞാൻ കാണിച്ചത് എല്ലാവരും ഞങ്ങൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും റെസിപ്പി വീഡിയോ ആണ്. ഞങ്ങൾ മാറ്റി പിടിച്ച് നോക്കിയതാണ്. ഈ പഴം വാട്ടീന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പ്രോട്ടീനുമായി ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ അതിൽ നല്ല പഞ്ചസാര ഇടും. കാരണം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടം വെച്ചാൽ അത്രയും ഇഷ്ടമാണ് മധുരം. ഞാൻ പഞ്ചസാര ഇടും. പക്ഷെ ചിലവരൊന്നും ഇത് പഞ്ചസാര ഇട്ട് കഴിക്കൂല, കാരണം പഴം ഓൾറെഡി മധുരം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഈവനിങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരണ്ടായി. മുട്ട എങ്ങനെ കഴിക്കുക? എൻ്റെ മുകളിൽ ആ ടൈം ആയിട്ടില്ല, മുട്ട ഒഴിക്കാനുള്ള ടൈം ആയിട്ടില്ല, കുറച്ചും കൂടി ആവാണ്ട്. അതാ പാല് ഞങ്ങൾക്ക് കേട്ടോ, ഉപ്പാക്ക് ചായ തന്നെ വേണം. അപ്പം നമുക്ക് ചായ വെക്കാം. ഓക്കെ, ഭയങ്കര മുട്ടയും കൂടി ഒഴിച്ച് ഇത് നല്ലോണം മിക്സ് ചെയ്യട്ടോ. ഈ മുട്ട ഒന്ന് വേവണ വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അതേപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല കുറേ കാലത്തിന് ശേഷമല്ലേ മഴയിനറിയാം. ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ മഴയാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 1.5 ആഴ്ചയായി. അപ്പം നല്ല മഴയൊക്കെ പെയ്ത് അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം. രസമല്ലേ? അല്ല, എനിക്കിഷ്ടമാണ് അങ്ങനെ മഴയത്ത് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും നല്ല. പക്ഷെ കാണുന്നതും പിന്നെ മണ്ണിൻ്റെ ഒക്കെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ച് ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പാലാണെങ്കിൽ ഇപ്പാക്ക് ചായ തന്നെ വേണം. അതും കട്ടൻ ചായ തന്നെ വേണം. എൻ്റെ ഇപ്പാക്കൊക്കെ കട്ടൻ ചായ ഇഷ്ടം. കട്ടൻ ചായ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് എടുക്കണം കേട്ടോ വീഡിയോ. അപ്പം അങ്ങനെ ഇപ്പാക്കുള്ള ചായയായി, ഞങ്ങൾക്കുള്ള പഴം വാട്ടി റെഡിയാവുന്നു. റെഡിയായി. ചായയൊക്കെ തിളച്ചു. കൊണ്ടേ കൊടുക്കട്ടോ. ഉപ്പാക്ക് കൊണ്ടേ കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഫ്രണ്ടിലേക്ക് പോകണം. അപ്പം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാം. നമുക്ക് ഫ്രണ്ട് പോയിരിക്കട്ടോ. ഇത് ഫ്രണ്ട് ചെന്നിരുന്ന് കഴിക്കണ വൈബ് വേറെ ഒന്നും കിട്ടുമല്ലോ. വാ, അതെടുത്ത് തന്നെ. ഓക്കെ, ബൈ. കട്ടൻ ചായ, കട്ടൻ ചോയ. മഴ തോർന്നല്ലോ റിയ. അതിക്ക് പാലോചിച്ചു. കളി കാണാൻ പോവാ ഗൈസ്. ഇന്ന് എളമ്പിലാക്കോടും പെരുമ്പാടും. ഞങ്ങളെ എളമ്പിലാക്കോടും കീപ്പർ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇത് അച്ഛനാണ്, രതീഷക്കാൻ്റെ അച്ഛൻ അല്ലേ. ഹായ് അറി യൂട്യൂബ് ചാനലിടാണ്. ഞങ്ങൾ യൂട്യൂബേഴ്സ് അല്ലേ. ഞങ്ങളതിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഫ്രീ ടിക്കറ്റാ.
ഇറങ്ങി കളിച്ച ഞങ്ങളെ കൂട്ടായത്തിയ ഞങ്ങളെ പുതിയ ഫ്രണ്ട്. ഗീതുവിനെ കാണിച്ചു കേട്ടോ, കളി കാണാൻ വന്ന ഗീതു. ഇവിടെ ആരുമില്ല. നമ്മളെ ഗോൾ കീപ്പേഴ്സ് അല്ലല്ലോ, പന്ത് കീപ്പേഴ്സ്. ഇങ്ങത്താണത്രേ. ഏതുണ്ട് അവിടെ? ഏത് ഗൈസ് ഇവളാക്കണ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഗീതു പെണ്ണ് കണ്ടോ, റിയക്കുമ്മട്ടി. പരിക്ക്, ഇഞ്ചുറി. പ്ലേയേഴ്സ് കണ്ടോ, പ്ലേയേഴ്സിനെ കണ്ടോ, കാണുന്നുണ്ടോ? ഗീതു വീഡിയോഗ്രാഫി പ്രസൻസ്. ഇങ്ങനെ കേട്ടോ. ഹലോ ഗൈസ് പറയും. ഫുട്ബോൾ ആണെന്ന് വന്നവരെ, ഞങ്ങൾ ഫുട്ബോൾ ആണെന്ന് വന്നവരെ. സൂപ്പർ കപ്പിലെ ആദ്യ മത്സര വിജയികൾ റിയൽ വാരിയേഴ്സ് പുറമോപാട്. സൂപ്പർ കപ്പിലെ മിനി അഖിലേന്ത്യാ ഫെഡറേഷൻ ടൂർണമെന്റിൽ രണ്ടാം പുരസ്കാരം നൽകുവാൻ ഷംസീറിനെയും സ്വീകരിക്കുവാൻ സുബിനെയും ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് കുഞ്ഞാപ്പൂ. കുമ്പക്കാത്ത കോയ. കൊമ്പൻ. അന്റെ കാറ് കൊമ്പൻകാറാ. എല്ലാവരും വളരെ മുന്നോട്ട് മുസ്ലിം ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മൂല്യങ്ങളും ഭാവിയും സംരക്ഷിക്കണം. സമാധാനത്തിന്റെ ശബ്ദവും ഭീകരതയ്ക്കെതിരായ കവചവുമായി നമുക്ക് മാറാം. രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാന ജീവിത കഴിഞ്ഞു. കഴിഞ്ഞു.